ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോയതെന്നറിയോ? കൊടികുത്തിമലയിലേക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ, ചേച്ചി, ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത്. കുറേ ദിവസമായി പിള്ളേർ പറയുന്നത് എങ്ങടേലും അമ്മ പോവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കൊടികുത്തിമലയ്ക്ക് പോയതാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും പാടില്ല കേട്ടോ. അത് ഒരു റൂളാണ് അവിടുത്തെ. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കുപ്പി അങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ അവിടെ വെച്ച് അവിടെ നിന്ന് കുറച്ച് കഴിക്കാനൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. കടലയും മിഠായിയൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ അറിയുന്നൊരു ചേച്ചിയായിരുന്നു കടയിൽ, കുടുംബശ്രീത്തെ ഒരു ചേച്ചിയായിരുന്നു. അമ്മേനെയും ഞങ്ങളൊക്കെ നന്നായിട്ട് പരിചയമുള്ള ഒരു ചേച്ചിയായിരുന്നു. അവരുടെ അടുത്ത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി വിശേഷങ്ങളൊക്കെ കാണാം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. സാധാ ക്യാഷ് കൊടുത്താൽ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പിന്നെ മേലേക്ക് പോകുമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അവിടെ അച്ചൊക്കെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ മെയിനൊക്കെ. ഫൈനലി ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ ഇനി മല കയറാൻ പോവുകയാണ്. കുറച്ച് ഭാഗം നടന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണം കുഴക്കമൊക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു തന്നെ ഇറങ്ങി കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും കൊടുകുത്തിക്ക് വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും വന്ന് നോക്കണം കേട്ടോ. ഇവിടെ വന്ന് കാണണം, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഹമ്പു അങ്ങനെ കുറച്ച് കയറി മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വിശ്രമ സ്ഥലം കണ്ടിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. മല കയറുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു. വെറുതെ കെട്ടിയൊരുങ്ങിയിട്ട് ഇത് കാണാനാണോ വന്നിട്ടെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിപൊളി വൈബ് സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര സ്ഥലമാണ് കേട്ടോ. ഈ ജാതി സ്ഥലങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. അത്രയ്ക്ക് സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇനി ഞങ്ങൾ കാണിച്ചു തരാൻ പോണത്, നിങ്ങളെന്നെ കണ്ടു നോക്കി. പിന്നെ ഞങ്ങളവിടെ ഒരു കാര്യം കണ്ടു കേട്ടോ. ഒരു മകനെ അവരെ ഉപ്പാനെ കേട്ടോ കയ്യും പിടിച്ചിട്ട് ഈ മലേൻ്റെ മുകളിലേക്ക് കയറ്റിന്നു കേട്ടോ. ആ മകൻ പറയുന്നത് ഉപ്പാക്ക് ഇതൊക്കെ കാണണ്ടേ, പ്രകൃതിമാനോ എന്നും ഈ വീട്ടിലിരുന്നാൽ മതി, ഇതൊക്കെ കാണണ്ടേ ഉപ്പാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ കയ്യും പിടിച്ചിട്ട് എല്ലായിടത്തും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ചെന്നപ്പോൾ. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ കയറിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. ഞാനും ചേച്ചി അമ്മയും ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അമ്മ ഞങ്ങളുടെ ഒപ്പം നിൽക്കും കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോയ്ക്കും കൊണ്ടുപോകാനും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ അമ്മ ഉണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ വേറൊരു കാര്യം കൂടി കണ്ടിരുന്നു. കൊടികുത്തിമലയ്ക്ക് പോകുന്നതിൻ്റെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു മാപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഞങ്ങൾക്കത് പ്രത്യേകിച്ച് അതിന് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വെറുതെ നോക്കി കണ്ടു എന്നല്ലാതെ അറിയുന്നല്ലോ, വലിയ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതും കണ്ട് ഞങ്ങളങ്ങനെ നേരെ താഴത്തേക്ക് ഇറങ്ങി പോരുകയാണ്. താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഒരു വശത്തേക്കായിരുന്നു കേട്ടോ. പിന്നെ വേഗം അച്ചും റിയും വേഗം നടക്കുന്നുണ്ട്. എന്തിനാന്നല്ലേ, വേറൊരു പാർക്കിൽ കയറ്റാന്ന് പറഞ്ഞതിനാണ്. അവരെന്നിട്ട് വേഗം എല്ലാവരോടും ധൃതി പിടിച്ചിട്ട് പോവാം, വേഗം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേഗം പോകാൻ വേണ്ടിയിട്ട് ധൃതി കാട്ടുക. കുട്ടികൾ വേഗം പോകുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇങ്ങനെ നടന്ന് താഴത്തേക്ക് ഇറങ്ങി വണ്ടിയിലങ്ങനെ കയറി പിന്നെ ഞങ്ങൾ പാർക്കിക്ക് അവിടെ എത്താനായി, വേറെ പാർക്കിൽ. അവിടെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ പിന്നെ താഴത്തേക്ക് പാർക്കിക്ക് ഇറങ്ങിപ്പോയത്. അപ്പോഴേക്ക് 4 മണിയൊക്കെ ആയിരുന്നു. ഇന്നൊരു ചായ ഇല്ലാതെ എന്ത് വൈകുന്നേരം ഈ ഒരു ചായ കുടിക്കേണ്ട നിർബന്ധമല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറി. ഇവിടെ പാർട്ടി നടത്തുന്നത് വെള്ളമൊക്കെ ഇല്ല, വെള്ളമൊന്നുമില്ല ഇതിലേ.
ആദ്യം നേരെ പോകും. അതാ ഞാൻ എന്റെ മോള് കയറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിക്കേ. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ കൊടുകുത്തിമലയിലാണ്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്ക് ഒരു പാർക്കിൽ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഇരുട്ടാവൽ തുടങ്ങിയാണ്. നല്ല രസമാണ് ഈ വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ മലേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇറങ്ങി പോയിരുന്നത്. അതിലൊന്നൊരു മനുഷ്യനില്ലടേ. സ്പീഡില്ലല്ലോ, സ്പീഡ് കുറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങോട്ട് പോത്തേക്കുണ്ട് പത്ത് കഴിഞ്ഞിട്ട് 10 PM 2 വയസ്സ് മുതൽ ടിക്കറ്റ് നിർബന്ധമല്ലോ. 2 വയസ്സ് മുതൽ ടിക്കറ്റ് നിർബന്ധം പോയി. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആവണമെങ്കിൽ ഒരു 3D റൂമിൻ്റെ ഉള്ളിൽ കൂടെ വേണം കേട്ടോ അപ്പുറത്തേക്ക് എത്താൻ. അതിന് ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് സകല ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് എത്തിയത്. പാലത്തും കൂടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് എത്തി കിട്ടിട്ടോ. പിന്നെ അവിടെ കാണാൻ അടിപൊളിയായിരുന്നു. ആദ്യം നമുക്ക് പോയിട്ടൊന്ന് കണ്ടിട്ട് ബോട്ടിൽ സ്റ്റിക്കറാ. എങ്ങനെ 8 പിടിച്ചാലോ? അതന്നെ പൂരപ്പറമ്പിൽ വരുന്ന അത്ര സ്പീഡൊന്നും ഇതിനില്ലേ, ചെറുതാണ്. തോണിയിൽ കയറാം, എല്ലാവർക്കും കയറാം. പിന്നെ അച്ചുവിനെ റിനുവിനെ എയറോപ്ലെയിനിൽ കയറ്റിട്ടോ. ബാക്കിയുള്ളതിലൊക്കെ ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. ആരും ഒന്നിലും കയറിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാത്തിനും പേടിയായിരുന്നു. റിയോണ മാത്രമായിരുന്നു ഊഞ്ഞാലിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങാതിരുന്നു. അപ്പോഴാണ് ഐസ്ക്രീം കണ്ടത്. ഐസ്ക്രീം കണ്ട് അച്ചു വിടുമോ, എന്നാലും ഞാൻ മേടിച്ചു കൊടുത്തില്ല കേട്ടോ. രാത്രിയായിരുന്നു, 8 മണിയൊക്കെ ആയിരുന്നു രാത്രി. അപ്പോൾ പനിയൊന്ന് വരുമെന്ന് വിചാരിച്ചിട്ട് തണുപ്പുണ്ടായിരുന്നു ചെറുതായിട്ട്.
അപ്പോൾ അതൊന്നും മേടിച്ചു കൊടുത്തില്ല, പിള്ളേർക്ക് ആർക്കും ഒന്നും മേടിച്ചു കൊടുത്തില്ല. ഐസ്ക്രീം മേടിച്ചു കൊടുത്തില്ല, പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമായിരുന്നു കേട്ടോ. ഏകദേശം രാത്രി 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കൊടുകുത്തിമലയിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട്. കുത്തിമല വന്ന് കാണാത്തവരൊക്കെ ഒന്ന് വന്നിട്ട് കാണണം കേട്ടോ. വൈകുന്നേരത്ത് ഒന്ന് വന്ന് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബും ചെയ്യാനും മറക്കരുത്.